ഇവിടെ കോൺഗ്രസ് നേതൃത്വം ഭയക്കുന്നൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ കരുതുന്നത് പോലെ ഈ കെ സുധാകരന് സീറ്റ് കൊടുക്കാതിരുന്നാൽ അത്ര ചെറിയ പ്രശ്നമല്ല. കെ സുധാകരൻ്റെ ഇഫക്റ്റ് 3 മണ്ഡലങ്ങളിലുണ്ടാവും മിനിമം. ഒന്ന് പേരാവൂരുണ്ടാവും, ഒന്ന് കണ്ണൂരുണ്ടാവും, ഒന്ന് അഴീക്കോടുണ്ടാവും. ഈ 3 മണ്ഡലങ്ങളിലും കെ സുധാകരൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും. മറ്റിടങ്ങളിലൊക്കെ ഒരുപക്ഷെ അതിൻ്റെ സ്വഭാവം ഒരുപക്ഷെ ചെറുതായിരിക്കാം. പക്ഷെ അതിനേക്കാളേറെ നേതൃത്വം വഹിക്കുന്നൊരു കാര്യമുണ്ട്. കെ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഇവിടുന്നൊക്കെ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് കേരള ഹൗസിൽ നിന്ന് വാങ്ങി, ഒപ്പം തന്നെ പാർലമെന്റിൽ നിന്ന് വാങ്ങി. അതൊരു പ്രൊസീജിയറാണെന്ന് പറയാം. പക്ഷേ നോക്കൂ, അത് വാർത്തയായി വന്നു. അത് വാർത്തയായി വരുമ്പോൾ അതിൽ സമ്മർദ്ദമാണ്. സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ NDA പിന്തുണച്ചാൽ എന്ത് ചെയ്യും? കെ സുധാകരൻ വേണ്ടെന്ന് പറയൂ. ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയാൻ മടിക്കാത്ത കെ സുധാകരൻ, എനിക്ക് വേണമെന്ന് തോന്നിയാൽ ഞാൻ BJPയിൽ പോകുമെന്ന് പറയാൻ മടിക്കാതിരിക്കുന്ന കെ സുധാകരൻ സ്വതന്ത്രനായി കണ്ണൂരിൽ മത്സരിക്കുമ്പോൾ NDA പിന്തുണ പ്രഖ്യാപിച്ചാൽ വേണ്ടെന്ന് പറയുമെന്നുള്ളത് കോൺഗ്രസിന് ഉറപ്പില്ല. ഇതാണ് പ്രശ്നം. അങ്ങനെ വന്നാൽ ആരായി മാറി? ആസാമിലെ ഭൂപേൻ കുമാർ ബോറയായിട്ട് മാറും ഇവിടുത്തെ കെ സുധാകരൻ. അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രയാ? ഇവിടുത്തെ മൈനോറിറ്റിക്കിടയിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് എത്രയായിരിക്കും? KPCC അധ്യക്ഷനാണ് BJPയുടെ പിന്തുണ സ്വീകരിച്ചിരിക്കുന്നത്. അതൊഴിവാക്കാനാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ തിരക്കിട്ട ശ്രമം നടക്കുന്നത്. മുൻ KPCC അധ്യക്ഷൻ BJPയുടെ പിന്തുണ സ്വീകരിച്ച് മത്സരിക്കുന്ന ഒരു അവസ്ഥ കണ്ണൂരിൽ ഉണ്ടാവാതിരിക്കാനാണ് നേതാക്കൾ ഈ പണിയെടുക്കുന്നത്. അത് കേവലം പേരാവൂരിലോ ഈ പറയുന്ന അഴീക്കോട്ടിലോ വോട്ട് കുറയുമെന്നുള്ളത് മാത്രം കൊണ്ടല്ല. കാര്യം ആ ഉറപ്പേ ഉള്ളൂ കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കൾക്കും. ഇന്ന് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ, സീറ്റ് കിട്ടിയില്ലെങ്കിൽ നാളെ BJPയിലേക്ക് പോകാൻ തരം പാത്തിരിക്കുന്നവരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.